ഇത് പറ മകള് വെളുത്തിട്ടാണോ? തടിയുണ്ടോ? ഇല്ല. ചുരിദാർ തന്നെ വേണം നിർബന്ധമുണ്ടോ? അങ്ങനൊന്നുമില്ല. വയസ്സെത്രയായി? 15. എന്നാ പിന്നെ പട്ടുപാവാട നോക്കുന്നതല്ലേ നല്ലത്. പട്ടുപാവാട കുഴപ്പമില്ല, നല്ലതാവും. ഇത് കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല, ഇത് മാറ്റി വെച്ചോ. ഇതല്ലേ ഒരു കൊണ്ടുകൂടെ വേണം. ആർക്ക്? അച്ഛല്ല. അപ്പൊ നിനക്കൊന്നും വേണ്ട? എനിക്ക് പിന്നെ എടുക്കാറാ, പിന്നെ അപ്പളേന്റെ എടുക്കാറാ. എന്താണ് പ്രശ്നം? അല്ല ബസ് കുറച്ച് കുറവാണ്. അതൊന്നും നീ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം. നീയൊന്നും ഉണ്ടായിരുന്നേ? മുണ്ട ഷർട്ടും പറ്റി. അത് അതെ, ഓണം കഴിഞ്ഞ പണി തുറന്നു, ഞാൻ അപ്പൊ തിരിച്ചറിയാം. ശരി സാറേ, നീ ഇപ്പൊ തൽക്കാലം എടുക്കാൻ നോക്കും. അച്ഛൻ കിടന്നില്ലേ? നീ എന്താ വൈകി? നീ വന്നിട്ട് എടുക്കാൻ. ഞാനേ കുറച്ച് ഡ്രസ് എടുക്കാൻ പോയി, പിന്നെ ആ പണിയുടെ കാര്യം അന്വേഷിച്ചു പോയി. എന്തിനാടാ അച്ഛനുള്ള ഓണക്കോടി, പിന്നെ അച്ഛന്റെ മരുന്നുണ്ട് കേട്ടാ. എന്തിനാടാ? ഓണല്ല അച്ഛാ, ഒരെണ്ണം അടിച്ച് കിടക്ക്, ഞാൻ അവ കുടിച്ചിട്ട് വരാം. എല്ലാവർക്കും ഉള്ള ഓണക്കോടി ഉണ്ട് കേട്ടാ. നിങ്ങക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? ഇത് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ എന്താ പ്രശ്നം? അവള് കഴിക്കാണ്ട് പോയണ്ടോ? അയ്യേ, ഇതാണ് എനിക്ക് എടുത്തത്. എനിക്കിതൊന്നും വേണ്ടത് അച്ഛൻ തന്നെ ഇട്ടാ മതി. ഇതിപ്പോഴത്തെ മോഡലാന്നാ കടക്കാര് പറഞ്ഞ. മോഡൊന്നും ഇട്ട് നോക്കി, നല്ല ഭംഗിയുണ്ട്. ഇതാപ്പോഴത്തെ മോഡല് പട്ടുപാവാടയും ബ്ലൗസും. അച്ഛൻ അറിയാൻ പാടില്ലെങ്കിൽ മിണ്ടാ നിൽക്കരുതിട്ടാ. ആ പൈസ തന്നിരുന്നെങ്കിൽ ഞാൻ പോയി വാങ്ങില്ലേ. എനിക്കിതൊന്നും വേണ്ട, ആരാന്ന് വെച്ചെടുത്തോ. വാതിൽ ഉടച്ചു. മോളാനു, അച്ഛൻ പറയണമെന്ന് കേക്ക്, വാതിൽ തുറക്ക്. മോൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ആ ഡ്രസ്സ് നമുക്ക് നാളെ രണ്ടാൾക്കും കൂടി പോയിട്ട് മാറ്റിയെടുക്കാം. വാതിൽ തുറക്ക്, നീ പണങ്ങല്ലേ. ഇതെങ്ങനെയുണ്ട് അച്ഛൻ? മോൾക്ക് ഇഷ്ടായ? അടിപൊളി. കുറച്ച് വില കൂടും കേട്ടോ. ഇത് പാക്ക് ചെയ്തോ. അതാ അവിടെ പറഞ്ഞു കേട്ടാ. എടാ, ഇതാണ് അപ്പുറത്തുള്ള. ഇത് ഇന്നലെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയതാ. ഈ ബില്ലിലേക്ക് ഒന്ന് പുറത്തു. ₹160. ഇനി ഒന്നും കൂടി ഒരു പൂജ നടക്കല്ലേ, കാലുമ കാലും കഴിച്ച്. അത് കംപ്ലീറ്റ് മോനെ, കംപ്ലീറ്റ്. നമസ്കാരം. എൻ്റെ ആറാപ്പിടിക്ക് മോനെ. മോനെ ആടാ കുറച്ച് പൊട്ടിച്ചാടി ബൈക്ക് എടുക്ക. കഴിച്ച മോളെ? അയ്യേ, എനിക്കൊന്നും വേണ്ട. ചെറുപ്പത്തിലെ ഇവള് ഈ അടയ്ക്ക് വേണ്ടി തല്ലുകൂടിയുള്ളതാ. ഇവള് വലുതായപ്പോ അവൾക്ക് ഇതിനോടൊക്കെ ഒരു പുച്ഛം. നിങ്ങൾ തന്നോ മോനെ, നിങ്ങൾ തന്നോ. അച്ഛൻ കഴിച്ചു. കലികാലടാ, പറഞ്ഞിട്ട് കാര്യമില്ല. കലികാലം
നാട് നശിക്കാനാ പോണേ. ആരാ വന്നല്ലോ വന്നല്ലോ മഴല് വന്നല്ലോ കുമാരനില്ലേ കുമാര വന്നത് കുമാര നന്നാട്ടെ ഓണം നന്നായി നടക്കട്ടെ. വന്നല്ലോ വന്നല്ലോ കുമാരൻ വന്നല്ലോ, അല്ല മാവേലി വന്നല്ലോ വന്നല്ലോ. നിന്റെ അമ്മ പോയത് കൂടി ഞാൻ ജീവിതാവസാനിക്കാൻ തീരുമാനിച്ച. പിന്നെ മക്കളെ ഓർത്ത് നിന്നെ ഓർത്ത് ഞാൻ. അച്ഛാ അച്ഛാ നല്ല ഫിറ്റാട്ടാ. നീ മതി കഴിക്കണ്ട. അച്ഛൻ ചെന്നോട് പറഞ്ഞേ മതി. ചെല്ല് ചെല്ല് ചെല്ല്. അച്ഛന്റെ മഞ്ഞ കള്ളുടി കഴിഞ്ഞാ? അതൊന്നും നീ കഴിക്കണ്ട. നീ പാലിച്ച് കാര്യം കഴിക്കണ്ട. നീ ഇതൊക്കെ കഴിക്കട്ടെ. നിങ്ങൾ അവിടെ ഇട്ടേ, ഞാൻ കഴിക്കൊണ്ട്. കഴുകി ഇറങ്ങോട്ടാ. ഇപ്പൊ തന്നെ വേണോ? കേപ്പിയോടും മോളെ നിങ്ങൾ എന്താ വൈകി? അടുത്ത പണിയായണ്ട അച്ഛാ. അയ്യോ നിങ്ങള് വൈകിയ തിരക്കൂട്ടുണ്ട്. വേഗം ചെല്ല്. അച്ഛനെങ്ങടാ? അമ്പലത്തിൽ ഒന്ന് പോട്ടെ. സിന്ധു എന്റെ ഷർട്ട് എവിടെ? ഇവിടെ ഒന്നും കാണാനില്ല. ഇത് എവിടെ കൊണ്ടുപോയി ഇട്ടത്? ഇത് എവിടെ ഇട്ടെന്നാ പറയണേ? ഇത് ഇവിടെ ഇട്ടിരിക്കല്ലേ? ഇന്നലെ നിന്നോട് കഴുകിടാൻ പറഞ്ഞല്ലേ? നീ കഴുകിയില്ലേ അല്ലേ? നിങ്ങൾ എന്ത് കാട്ടണേ? ഇന്നത്തെ ദിവസം എന്താന്ന് അറിയോ നിങ്ങക്ക്? മനുഷ്യന് നാണം കെടുത്താൻ ഷർട്ട് ഇല്ലാണ്ട് വന്ന് നിക്കുക. എത്രയെന്ന് വെച്ചാ മിണ്ടായിരിക്ക. പറയിപ്പിച്ചടങ്ങുന്ന് വെച്ചാ എന്ത് ചെയ്യാനാ? എന്താമ്മേ നിന്റെ അച്ഛൻ നിക്കുന്ന കണ്ടില്ലേ ഷർട്ട് ഇടാണ്ട്? ഓരോ തോന്നിവാസങ്ങള്. അച്ഛൻ എപ്പോഴും ഇങ്ങനെ തന്നെയാ. നിങ്ങൾ എങ്ങനെയൊക്കെ നാണം കെടുത്താൻ പറ്റുമോ അതൊക്കെ ചെയ്യും അച്ഛൻ. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല എന്റെ പൊന്നുമോളെ. ഇതൊക്കെ ഒരു കുടുംബാകുമ്പോ അങ്ങനെയൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ട്. ഇതൊക്കെ നമ്മുടെ കുടുംബക്കാരല്ലേ. അതൊന്നും സാരില്ല സുന്ദരേട്ടാ. അതൊക്കെ ആരെ ശ്രദ്ധിക്കണേ? ശ്രദ്ധിക്കുന്നവരൊക്കെ ഉണ്ടാവും. ഇതിപ്പോ പഴയ കാലമൊന്നും അല്ലല്ലോ. നമുക്കാരെ മനസ്സൊന്നും വായിക്കാൻ പറ്റില്ല. അമ്മ ഒന്നും മിണ്ടാണ്ടിരുന്ന. കോമൺ സെൻസ് എന്ന് പറഞ്ഞ തീരെ ഇല്ല അച്ഛന്. തോന്നിയതൊക്കെ ചെയ്യുകയും ചെയ്യും. എന്നിട്ട് എല്ലാത്തിനും വലിയ ന്യായീകരണങ്ങളാ. ഞാൻ ഒന്നിനും കൊള്ളാത്തതാണ് എല്ലാവർക്കും അല്ലേ?
നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റൂ, ഞാൻ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ തൃക്കാരപ്പനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നൊരു അടിപൊളി ദിവസമാണ്. എനിക്കിന്ന് വീഡിയോ എടുത്ത് തരുന്നത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഷഹലയാണ്. അപ്പൊ ഇന്ന് എന്റെ വീട്ടിൽ സദ്യക്ക് എന്തൊക്കെ വിഭവങ്ങളാണ് നമുക്കൊന്ന് കാണാം. ബൈ. അച്ചവിടേക്കാ ഒന്നും പറയണ്ട മോനെ, ഓണായിട്ട് സ്വസ്ഥതയില്ലേ. അവളെന്തോ പറഞ്ഞു പറഞ്ഞ അവനറിഞ്ഞിപ്പോയി. അച്ഛൻ പോയി നോക്കിട്ട് വരാം. അച്ഛൻ പോണ്ട, ഞാൻ നോക്കിട്ട് രഹന എന്താ അവിടെ ഉണ്ടായേ? ഒന്നും പറയണ്ട, കാലത്ത് തുടങ്ങിയതാ. ഷർട്ടിന്റെ കാര്യം പറഞ്ഞിട്ട് അമ്മയും മോളും വഴക്കൊന്നല്ല, ഒരു മിണ്ടാതെ ഇറങ്ങിപ്പോയി. എന്നാ ഞാൻ നോക്കിട്ട് വരാം. സുന്ദര, നിനക്ക് ഭ്രാന്ത് പിടിച്ച? ഇറങ്ങടാ, ഇറങ്ങാൻ ഇറങ്ങാൻ ഇറങ്ങാൻ. സുന്ദര, എന്റെ മുഖത്തേക്ക് നോക്കി. നിനക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാ? എനിക്കിനി ജീവിക്കണ്ട. എന്തിനു വേണ്ടിയാടാ ഞാൻ ജീവിക്കുന്ന? ആർക്ക് വേണ്ടി? എന്റെ കുടുംബത്തിന് വരം വേണ്ട. എന്തിനാടാ? ഇത്രമാത്രം പറയാനായിട്ട് എന്താണ്ടായേ? എന്തുണ്ടാവാൻ? ഇതിന് പറയാൻ എന്തുണ്ടാവണ്ടേ? സ്വന്തം മോൾക്ക് പോരാൻ ആ ഒന്നും വേണ്ട. ഞാനോ ആ വീട്ടിലേക്ക് ആരെ കാണാൻ വരുന്നത്? കാര്യങ്ങള് നടക്കണ്ട്. അമ്മ വന്നിട്ടുണ്ട്. എന്താണ്? ഒന്നുമില്ലടാ, ഞാൻ വന്ന് ശരിയാവില്ല. നീ ഇവിടെ നടന്ന ഓണായിട്ട് ആളുകളെ വിളിച്ചു വരുത്തിട്ട് തെണ്ടാൻ നടക്ക. മിണ്ടാണ്ട് സിന്ധു. മോനെ, നീ എവിടെയായിരുന്നു? എന്ത് പറ്റിയടാ? ഇപ്പൊ ഒന്നും പറ്റില്ല അച്ഛാ. പറ്റിയാനെ നാളത്തെ പേപ്പറിൽ കാണായിരുന്നു. എന്ത് മിണ്ടാക്കാൻ? നിങ്ങൾക്കറിയോ, ഇവനെ ഞാൻ അന്വേഷിച്ച പറമ്പിൽ ചെല്ലുമ്പോഴേ മാവിന്റെ മുകളില് കഴുത്തിൽ കുരുക്കിട്ട് നിൽക്കുക. ഒരു മിനിറ്റ് ഞാൻ അവിടെ എത്തുന്ന നേരം വൈകില്ല. ഏട്ടാ ഏട്ടാ, എന്തേട്ടാ ഞാൻ കേക്കണേ? ഇപ്പൊ കരഞ്ഞിട്ട് എന്താ കാര്യം? ഇതൊക്കെ മുന്നേ ആലോചിക്കണ്ടേ? സോറി അച്ഛാ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നീ അത്ര ചെറിയ കുട്ടൊന്നല്ല, നിനക്ക് കാര്യങ്ങൾ അറിയാനുള്ള പ്രായമൊക്കെ ആയി. സംഭവിക്കില്ലല്ലോ. നീ ചെയ്യുന്നൊന്നും ചെയ്യണ്ട. നിന്നെ കണ്ടിട്ടാ നിന്റെ മക്കൾ പഠിക്കുന്നത്. എത്തിച്ചു കൊടുക്കേണ്ട കുട്ടികളല്ലേ? അച്ഛാ കുടുംബത്തിൽ ചെന്നാല് ഇങ്ങനെയൊക്കെ നടത്തും. എല്ലാവരും എന്റെ മോനെ പോലെ ഇങ്ങനൊന്നും ഉണ്ടാവില്ല അച്ഛാ. ഉണ്ടാവരുത്, ഉണ്ടാവാൻ പാടില്ല. നീയാണ് കുടുംബത്തിന്റെ നാഥ. നിനക്ക് തെറ്റിയ എല്ലാം തെറ്റി. അത് നീ മനസ്സിലാക്കിക്കോ. കുടുംബത്തിന്റെ വിളക്ക് എന്ന് പറയുന്നതേ പെണ്ണാ. അയ്യോ, എല്ലാരും വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. നല്ലൊരു ദിവസല്ലേ? വാ വായോ. വായോ. നിന്റെ ഓണത്തിനടുത്ത് പൊടി പിടിക്കാൻ
അത് വലിയൊരു കഥയാണ്. അത് വിട്, നീ വാ. മോനെ കിട്ടുവാ. എന്നെ വിളിക്കുമോ? അച്ഛാ വാ അച്ഛാ കഴിക്കാം. ചേട്ടാ കഴിഞ്ഞില്ലേ? ഹായ്, എല്ലാവരും ഇരുന്നാ? കഴിക്ക്. അടിപൊളിയായിരുന്നില്ലേ സുന്ദരേശേ? താങ്ക്സ് മോളെ. അല്ലേലും എന്റെ അച്ഛൻ സുന്ദരനാ. കുറച്ച് വണ്ണം കുറവാന്നേ ഉള്ളൂ, കാണാൻ നല്ല ലുക്കാ. പൊടി വരിക. ഓ കഴിക്കാ. കഴിക്ക്. എനിക്കില്ല അച്ഛാ. എന്റെ മോൾക്ക് തരാണ്ട് അച്ഛൻ കഴിക്കോ? നിനക്കാണ് അടി ഭാര്യ. മോള് വായി തുറന്നേ. എടാ സുന്ദര, എല്ലാരും കൊടുത്തു, എനിക്കൊന്നുമില്ലല്ലേ? നിനക്ക് ഞാൻ തരാതിരിക്കോ? എന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ? നിനക്കിരിക്കട്ടെ എന്റെ ഒരു ആനൂറുള്ള. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.